നന്മയുടെയും കൂട്ടായ്മയുടെയും പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് നമ്മുടെ ശ്രീ പൂപ്പാണംകുടി ക്ഷേത്രം. ബ്രഹ്മ കലശ മഹോത്സവത്തിന്റെ പുണ്യവേളയിൽ ജാതി മത ഭേദമന്യേ മനുഷ്യരെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു മഹാസംഗമത്തിനാണ് ഈ ക്ഷേത്രമുറ്റം സാക്ഷ്യം വഹിക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ നാട്ടിൽ സർവമത സമ്മേളനം എന്ന പേരിൽ ഈ ഒത്തുചേരൽ നമ്മുടെ നാടിന്റെ സ്നേഹ സന്ദേശമാണ് ലോകത്തിന് പകരുന്നത്. മനുഷ്യൻ വിഭജിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ ഒരേ നൂലിൽ കോർത്ത മുത്തുകളെപ്പോലെ നമുക്ക് ഇവിടെ ഒത്തുചേരാം. ക്ഷേത്രമെന്നാൽ സമാധാനത്തിന്റെ ഇടമാണ്. അവിടെ ഭക്തിക്കൊപ്പം തന്നെ മാനവികതയ്ക്കും തുല്യസ്ഥാനമുണ്ടെന്ന് ഈ സമ്മേളനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വ്യത്യസ്ത വിശ്വാസങ്ങൾ പുലർത്തുമ്പോഴും നമ്മളെയെല്ലാം നയിക്കുന്നത് സ്നേഹമെന്ന ഒരൊറ്റ വികാരമാണെന്ന് ഈ സംഗമം നമ്മോട് വിളിച്ചു പറയുന്നു. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന് എന്ന വരികൾ അന്വർത്ഥമാകുന്ന നിമിഷങ്ങൾക്കാണ് ശ്രീ പൂപ്പാണംകുഴി ക്ഷേത്ര സന്നിധി സാക്ഷ്യം വഹിക്കുന്നത്. നമ്മോട് സംസാരിക്കുവാൻ ശ്രീമദ് സ്വാമി ഹനുമത് പാദാനന്ദ സരസ്വതി അവരുകളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സദ്ഗുരുഭ്യോ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും ഭാരതീയ ഋഷിപരമ്പരയുടെ പദകമലങ്ങളിലും ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ശക്തിസ്വരൂപിണിയായ ജഗദംബയുടെ പദകമലങ്ങളിലും സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാരാമ പദവി ആർജിച്ച ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും പ്രപഞ്ചനാഥനായ ശ്രീ മഹാദേവൻ്റെ പാദപത്മങ്ങളിലും ആ സങ്കല്പം കൊണ്ട് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്ഥിതികളിലും ഒരു ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങൾ എന്ന വണ്ണം സർവാത്മന സമർപ്പിച്ചുകൊള്ളട്ടെ. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നമസ്കാരം, പ്രണാമം. ഇന്ന്
അരവത്ത് മട്ടയങ്ങാനം കഴകം ശ്രീ പൂബാണംകുടി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കാര്യക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി സാധിച്ചത് ഗുരുകടാക്ഷം ഒന്നുകൊണ്ട് തന്നെയെന്ന് ആദ്യമേ തന്നെ സങ്കല്പിക്കട്ടെ. നാളെ ഏറ്റവും ശുഭമായിട്ടുള്ള മുഹൂർത്തത്തിൽ ഈ ദേശത്തിനും ഈ നാടിനും ഈ ലോകത്തിനും ഐശ്വര്യം പകരുന്ന രീതിയിൽ, ഐശ്വര്യം പ്രസരിപ്പിക്കുന്ന രീതിയിൽ മഹാദേവന്റെ ക്ഷേത്രാങ്കണത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കപ്പെടും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ദേശത്തിന് മുഴുവൻ ആത്മചൈതന്യമായിട്ട് അത് വിളങ്ങട്ടെ, അത് എല്ലാവർക്കും ഗുണകരമാകട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കട്ടെ. സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഈ ഒരു സഭയിൽ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാരണം സർവമത സമ്മേളനം എന്നാണ് ഈ ഒരു സെഷന് പേരിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ആരാധ്യരായിട്ടുള്ള പിതാവും അതുപോലെ തന്നെ ആരാധ്യരായിട്ടുള്ള അഷ്റഫ് ജൗഹരിയരുമാണും അതുപോലെ തന്നെ ശ്രീ മാത്യു ബേബി അച്ഛനും എല്ലാവരും ഇവിടെ എത്തുകയും നിങ്ങളോട് സംവദിക്കുകയും ചെയ്തതിൽ വളരെ വളരെ സന്തോഷം. ഇവിടെ മതങ്ങളുടെ അഥവാ മതസൗഹാർദ്ദത്തിൻ്റെ നാട്ടിൽ സർവമത സമ്മേളനം എന്ന് ചിന്തിക്കുമ്പോൾ മതസൗഹാർദ്ദം എന്ന പദം യഥാർത്ഥത്തിൽ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ മതങ്ങൾ തമ്മിലാണോ സൗഹാർദ്ദം ഉണ്ടാകേണ്ടത് അതോ മനുഷ്യർ തമ്മിലാണോ സൗഹാർദ്ദം ഉണ്ടാകേണ്ടത് എന്ന് ഒന്ന് വിലയിരുത്തണം എന്നൊരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. കാരണം മതങ്ങൾ എപ്പോഴും സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദം നഷ്ടപ്പെടുന്നത് മനുഷ്യർ തമ്മിലാണ് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഏത് മതമെടുത്തു നോക്കിയാലും, അത് ഇസ്ലാം മതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, സനാതനധർമ്മമാകട്ടെ, ഏത് മതമെടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോ മതങ്ങൾക്കും ആ മതത്തിൻ്റെതായിട്ടുള്ള ഐഡിയോളജി അഥവാ അതിൻ്റെ തത്വസംഹിത പ്രചരിപ്പിക്കുന്നതിന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതഗ്രന്ഥങ്ങളുണ്ട്. ഇസ്ലാം മതത്തിന് വിശുദ്ധ ഖുർആനുണ്ട്, അതുപോലെ ക്രൈസ്തവ മതത്തിന് വിശുദ്ധ ബൈബിളുണ്ട്, ഹൈന്ദവ സനാതനധർമ്മ മതത്തിന് വേദങ്ങളുണ്ട്. ഇത് ഏത് മതങ്ങളുടെ ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും ആത്യന്തികമായിട്ടൊരു മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യക്രമങ്ങളും അതിൻ്റെ പദ്ധതികളുമാണ് ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാകും. അപ്പോൾ മതങ്ങൾ തമ്മിലല്ല സൗഹാർദ്ദമുണ്ടാകേണ്ടത്, മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദമുണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെയൊക്കെ വളരെ ചെറുപ്പകാലത്ത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ചെറുപ്പം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് വളരെ ചെറുപ്പകാലത്തിനേ പറയാൻ പറ്റുള്ളൂ. വളരെ ചെറുപ്പകാലത്ത് എൻ്റെ കൂടെ നടക്കുന്നവർ എൻ്റെ സുഹൃത്തുക്കൾ ആവുമ്പോൾ ആ സുഹൃത്തുക്കൾ ചിലപ്പോൾ റഷീദ് ഉണ്ടായിരിക്കാം, അതുപോലെ ഷിൻഡോ ഉണ്ടാകും, അങ്ങനെ പല ആളുകളും ഉണ്ടാകും. അവരുടെ ആരുടെയും പേരോ മതമോ ചോദിച്ചിട്ടായിരുന്നില്ല നമ്മളൊക്കെ ബന്ധപ്പെട്ടിരുന്നത്, നമ്മളൊക്കെ സംസാരിച്ചിരുന്നത്. ചായക്കടകളിലും അതുപോലെ കളിസ്ഥലങ്ങളിലും വർത്തമാനം പറഞ്ഞിരുന്നത്, കളിച്ചത് നിന്റെ മതമേതാണ് എന്ന് ചോദിച്ചിട്ടായിരുന്നില്ല. എന്നാൽ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ ഏറ്റവും ഭീതിതമായ രീതിയിൽ വളർന്നു വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, കൂടെ നടക്കുന്നവന്റെ മതം ചോദിച്ചും, അവൻ കുരിശ് കൊന്തയിട്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടും, അവൻ മുണ്ടെടുത്തത് എങ്ങോട്ടാണെന്ന് ചിന്തിച്ചിട്ടും, അവൻ കുറിയിട്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുമാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയോ തെറ്റോ ആലോചിച്ച് നോക്കുക. ശരിയോ തെറ്റോ? എവിടെയാണ് അപകടം സംഭവിച്ചത്? എവിടെ നിന്നുകൊണ്ടാണ് ഇതിന് മാറ്റമുണ്ടായിട്ടുള്ളത്? അത് ചിന്തിക്കുമ്പോൾ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഇതിന് വിഷയത്തിലേക്കൊന്നും ഞാൻ വരുന്നില്ല. എന്തുകൊണ്ടെന്ന് ചിന്തിക്കുന്നില്ല. സ്വയമേവ നമ്മൾ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഭാരതത്തിന്റെ സനാതനധർമ്മ സംസ്കൃതിയിൽ, ഹിന്ദു സംസ്കൃതിയിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ഏകം സത് വിപ്ര ബഹുതാ വദന്തി. ഏകം സത് വിപ്ര ബഹുതാ വദന്തി. ഒന്നേയുള്ളൂ സത്ത് ആയിട്ടുള്ളത് ഒന്നേയുള്ളൂ. അതിനെ പണ്ഡിതന്മാർ, അറിവുള്ളവർ വിവിധ നാമധേയങ്ങളിൽ ആചരിക്കുന്നു, വിളിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ എന്ന് ഭാരതത്തിന്റെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏകം സത് വിപ്ര ബഹുതാ വദന്തി. സത്ത് എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്നേയുള്ളൂ എന്ന് പൂർവ്വ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒന്നിനെ അറിവുള്ളവർ, വിപ്രന്മാർ, ഏകമായിരിക്കുന്ന സത്തിനെ ഏകം സത് വിപ്രന്മാർ, അറിവുള്ളവർ, ബഹുതാവദന്തി, പല നാമധേയത്തിൽ വിളിക്കുന്നു. ഇതാണ് സനാതനധർമ്മം.
ഒന്നേയുള്ളൂ, അതിനെ പല നാമത്തിൽ വിളിക്കുന്നു. അതിൻ്റെ ദൃഷ്ടാന്തം നമ്മുടെ സംസ്കാരത്തിൽ പറയുന്നുണ്ട്. ആദിപരാശക്തിയായിരിക്കുന്ന ഭഗവതിയെ, ആചാര്യന്മാർ പറയുന്നു, ആദിപരാശക്തിയായിരിക്കുന്ന ഭഗവതിയെ കാളിയെന്നും സരസ്വതിയെന്നും ദുർഗയെന്നും പാർവതിയെന്നും ലക്ഷ്മിയെന്നും വിളിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദേവതകളുടെയും ധർമ്മം വേറെ വേറെയാണെങ്കിലും അതെല്ലാം തന്നെ ആദിപരാശക്തിയായിരിക്കുന്ന ഭഗവതിയാണ് എന്ന് ആചാര്യന്മാർ പഠിപ്പിച്ചെടുത്താണ് ആ ഏകത്വത്തെ നാം ദർശിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം, ആകാശാത് പതിതം തോയം സാഗരം പ്രതിഗച്ഛതി. ആചാര്യന്മാർ പഠിപ്പിച്ചതാണ് ആകാശാത് പതിതം തോയം സാഗരം പ്രതിഗച്ഛതി. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്ന ഓരോ മഴത്തുള്ളിയും ചെന്ന് ചേരുന്നത് ഒരൊറ്റ സാഗരത്തിലാണ്. അതേപോലെ തന്നെ സർവദേവതാ നമസ്കാരം, ഏത് ദേവതയെ നമസ്കരിച്ചാലും അത് കേശവം പ്രതിഗച്ഛതി, സർവാത്മാവായിരിക്കുന്ന പരമാത്മാവിലേക്ക് തന്നെയാണ് അത് എത്തിച്ചേരുന്നത് എന്ന് ആചാര്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആകാശത്ത് നിന്ന് വീഴുന്ന ഓരോ ജലകണികയും ഏത് സമുദ്രത്തിലേക്കാണോ, ഒരൊറ്റ സമുദ്രത്തിലേക്കാണ് വന്ന് പതിക്കുന്നത് എന്നതുപോലെ ഏതേത് ദേവതയെ നമസ്കരിച്ചാലും അത് ഒരൊറ്റ ഈശ്വരനിലേക്കാണ് വന്നു ചേരുന്നത് എന്ന് പഠിപ്പിച്ച സംസ്കാരമാണ് സനാതനധർമ്മ സംസ്കാരം. പക്ഷെ അതിനെ വിഭിന്നങ്ങളായിട്ടുള്ള 33 ദേവതകൾ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും കളിയാക്കാറുണ്ട്. പക്ഷെ അതിന് തത്വം അറിയാത്തത് കൊണ്ടാണ്. നോക്കൂ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പാദം മുതൽ കേശം വരെ, അഥവാ ശിരസ് മുതൽ പാദം വരെയുള്ള ഒറ്റ ശരീരമാണ്. ആ ഒറ്റ ശരീരത്തിന് 2 കൈകളുണ്ട്. ആ 2 കൈകളിലും ഓരോ കൈകളിലും 5 വിരലുകളുണ്ട്. 5 വിരലുകളിലും 5 നഖങ്ങളുണ്ട്. 2 കാലുകളുണ്ട്. ആ കാലുകൾക്ക് പാദമുണ്ട്, മുട്ടുണ്ട്, തുടയുണ്ട്, ഉദരമുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ചെവിയുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഏകമായിരിക്കുന്ന ആ തത്വത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ആ ഏകമായിരിക്കുന്ന ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം കണ്ണുകൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. കണ്ണുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം കാതുകൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. കാതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം കാലുകൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. ഇങ്ങനെ ഏകമായിരിക്കുന്ന ശരീരമാണെങ്കിൽ കൂടി ആ ശരീരത്തിന്റെ വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വിവിധ അവയവങ്ങൾ വേണമെന്നതുപോലെ 33 ദേവതകളെ ആചാര്യന്മാർ നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചപ്പോഴും പറഞ്ഞു, ഏകം സത്വിപ്രാ ബഹുധാ വദന്തി, ഏകമായിട്ടുള്ള ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെയാണ് ആചാര്യന്മാർ, അറിവുള്ളവർ വിവിധ നാമങ്ങൾ കൊണ്ട് ഉച്ചരിക്കുന്നത്, വിളിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ പ്രത്യേകിച്ച് ഇവിടെ വിവിധ മതങ്ങളിലെ ആചാര്യന്മാരിരിക്കുമ്പോൾ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഹൈന്ദവ സമൂഹത്തിന്, ഹിന്ദു സമൂഹത്തിന് നമ്മുടെ സംസ്കാരം പഠിക്കാൻ നേരമില്ല. സംസ്കാരം പഠിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടും അറിയിപ്പിക്കാത്തത് കൊണ്ടും പ്രചരിപ്പിക്കാത്തത് കൊണ്ടും എന്താണെന്നറിയാതെ, സംസ്കാരം എന്താണെന്നറിയാതെ, നമ്മുടെ ധർമ്മം എന്താണെന്നറിയാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഹിന്ദു സമൂഹം പോയിട്ടുള്ളത്. അതിൻ്റെ ദുരന്ത ഫലമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകളായിട്ട്, ഹിന്ദു നാമധാരികളായിട്ട് പലരും മാറിയിട്ടുള്ളത്. ഹിംസയെ ദ്വേഷിക്കുന്നവനാരോ അവനാണ് ഹിന്ദു എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹിംസയെ ദ്വേഷിക്കുന്നവൻ, ഹിംസയെ വെറുക്കുന്നവനാരോ അവനാണ് ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഹിന്ദുവിൻ്റെ തന്നെ ഈശ്വരന്മാരിൽ 10 കൈയുണ്ടെങ്കിൽ ആ 10 കൈയിൽ 9 കൈയിലും ആയുധത്തെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നങ്ങൾ. ഇവിടെ പ്രസ്താവിക്കുന്നത്, ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി 10 കൈ ഉണ്ടെങ്കിൽ അതിൽ 1 കൈ അനുഗ്രഹത്തിനും 9 കൈ ആയുധവും പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ തത്വത്തെ മനസ്സിലാക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന 10 പേരിൽ ഒരാൾ ധർമ്മിയാണെങ്കിൽ 9 പേർ അധർമ്മിയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എവിടെവിടങ്ങളിൽ അധർമ്മത്തെ ഉണ്ടാകുന്നുവോ അവിടെവിടങ്ങളിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ധർമ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട്, ധർമ്മ വ്യവസ്ഥിതിയെ മുൻനിർത്തിക്കൊണ്ട് ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ധർമ്മമാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സംസ്കൃതിയാണ് സനാതന ധർമ്മം അഥവാ ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ എവിടെയാണ് നമുക്ക് അപജയം സംഭവിച്ചതെന്ന് ചിന്തിക്കണം. ഭാരതത്തിൽ ഹിന്ദു സംസ്കൃതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 6 കാര്യങ്ങളുണ്ട്. നമ്മളത് അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഇവിടെ ഇരിക്കുന്ന മൗലവിയാണെങ്കിലും അതുപോലെ പിതാവാണെങ്കിലും അവരവരുടേതായിട്ടുള്ള മതങ്ങൾ, ആ മതത്തിന്റെ ചിട്ടകൾ, അതിന്റെ അനുഷ്ഠാനങ്ങൾ, അതിന്റെ ആചരണങ്ങൾ കൃത്യമായിട്ട് അതാത് സഭയിൽ അത് അവതരിപ്പിക്കുകയും അവരുടെ ആ മതത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുവാനുമുള്ള
ആ ഒരു ആർജവവും അത് അവർ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് അവരുടെ ആ ഈശ്വരീയമായിട്ടുള്ള ഗുണത്തിൻ്റെ അല്ലെങ്കിൽ മേന്മയുടെ വശമെന്ന് പറയുന്നത്. എന്നാൽ ദുഃഖത്തോടെ പറയട്ടെ, ഹിന്ദു എന്ന നാമം കൊണ്ട് ജീവിക്കുന്ന നമ്മളോട് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 6 വ്യവസ്ഥിതികളുണ്ട്. ആ 6 വ്യവസ്ഥിതികൾ നമ്മൾ പലരും ആചരിക്കാറില്ല, നമ്മൾ പലരും അത് അനുഷ്ഠിക്കാറില്ല, നമ്മൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാറില്ല. അതാണ് നമ്മുടെ പരാജയം. ആ 6 കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമത്തത് സന്ധ്യാസമയത്തുള്ള നാമജപ സംസ്കാരമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നാമജപ സംസ്കാരമുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നാമജപ സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന അപജയത്തെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ പഞ്ചമഹായജ്ഞം എന്ന് പറയുന്ന 5 യജ്ഞങ്ങളുണ്ട്. ദേവയജ്ഞം, പിതൃയജ്ഞം, ഋഷിയജ്ഞം, നരയജ്ഞം, ഭൂതയജ്ഞം തുടങ്ങിയിട്ടുള്ള 5 പ്രധാനപ്പെട്ട യജ്ഞങ്ങളുണ്ട്. എല്ലാ ദിവസവും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിലേക്കുമൊന്നും ഞാൻ കടക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് നരയജ്ഞവും ഭൂതയജ്ഞവും ഓരോ ഹിന്ദുവും അനുഷ്ഠിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നരയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതൊരു മനുഷ്യനും ഏത് തരത്തിലാണോ അവൻ ദുഃഖിക്കുന്നത്, അവന്റെ ദുഃഖത്തിന് പരിഹാരം കാണുന്നുള്ള മാർഗം കണ്ടെത്തുകയും ആ ദുഃഖത്തിന് കൂടെ നിന്നുകൊണ്ട് അവന്റെ കണ്ണീരൊപ്പുവാനുമുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് നരയജ്ഞം നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര ഹിന്ദുക്കൾ അത് പഠിച്ചിട്ടുണ്ട്? ഭൂതയജ്ഞം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ സമസ്ത ജീവരാശികൾക്കും നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കുകയും കാവുകളെയും കുളങ്ങളെയും പ്രകൃതിയെയും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ബാധ്യതയും ഓരോ വ്യക്തിക്കുമുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ് ഭൂതയജ്ഞം. എത്ര ഹിന്ദുക്കൾ അത് ചെയ്യുന്നുണ്ട്? അവിടെയാണ് നമ്മുടെ അപജയം ആരംഭിച്ചിട്ടുള്ളത്. എന്താണോ പൂർവ്വസൂരികളായിട്ട് ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ആ ആചാര അനുഷ്ഠാന പദ്ധതികളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവനവന് തോന്നുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്കാരത്തെ വളച്ചൊടിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ഓരോരുത്തരും പല പല അപകടത്തിൽ പെട്ടിരിക്കുന്നത് എന്ന് സ്വയമേവ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടെ വന്നിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ. കാരണം നമുക്കറിയാം, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമഗ്രാമാന്തങ്ങളിൽ എല്ലാ ദിവസത്തെയും പത്രദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്നത്തെ പുതിയ തലമുറ ധാർമ്മിക സംസ്കൃതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് അച്ഛനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും കുത്തിക്കൊല്ലുന്ന രീതിയിലേക്ക് അധാർമികമായിട്ടുള്ള സംസ്കൃതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ ചെന്ന് പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് ഞാനും നിങ്ങളും ഉത്തരവാദികളാണ്. ഇവിടെ ഈ സർവ്വമത സമ്മേളനത്തിൽ ഈ വേദിയിൽ ഇത് പറയാൻ കാരണം, ഇന്ന് വിവിധ മതങ്ങളുടെ ഓരോ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആചാര്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴും എനിക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്, ഇന്നത്തെ പുതിയ തലമുറ ഈ ധാർമ്മിക സംസ്കൃതിയിൽ നിന്ന്, അത് ഏത് മതത്തിൻ്റെതായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയത്തിൻ്റെതായിക്കൊള്ളട്ടെ, പുതിയ ധാർമ്മികമായിട്ടുള്ള സംസ്കൃതിയിൽ നിന്ന് അകന്നു പോകുന്ന പുതിയൊരു തലമുറ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ, വിശ്വാസമുള്ളവനെന്നോ നാസ്തികനെന്നോ വിശ്വാസമില്ലാത്തവനെന്നോ, ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ മധ്യപക്ഷമെന്നോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പക്ഷമെന്നോ ചിന്തിക്കാതെ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കേണ്ട കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാലഘട്ടത്തിൽ ഈ ക്ഷേത്രാങ്കണത്തിൽ ഇതുപോലൊരു സർവ്വമത സമ്മേളനം സംഘടിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായ ഇതിന്റെ ഭാരവാഹികളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. വരും കാലങ്ങളിൽ ഇവിടെ ആരാധ്യരായിട്ടുള്ള പിതാവും അതുപോലെ മൗലവും ഇരിക്കുന്നുണ്ട്. എനിക്കൊരു അപേക്ഷയുള്ളത്, നിങ്ങളുടെ ക്ഷേത്ര അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാലയങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുകയും ആ നാടിന് വേണ്ടിയിട്ട്, അതിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ മുന്നിലുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു തരികയും ചെയ്യുകയാണ്. കാരണം ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഈ നാടിന്റെ ആവശ്യമാണ്. സ്നേഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത അവസ്ഥയിലേക്ക്, കരുണയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറിപ്പോകുന്നുണ്ട് എന്ന് ദുഃഖത്തോടുകൂടി ചിന്തിക്കാനേ നമുക്ക് ഇപ്പോൾ നിർവാഹമുള്ളൂ. അതിനുള്ള മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സ്നേഹത്തിന്റെയും കരുണയുടെയും വാല്യൂ, അതിന്റെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ സാധിക്കുന്നതല്ല. ഒരിക്കൽ ഒരു ചെറിയൊരു കഥയുണ്ട്. ഒരിക്കൽ ദൈവം, ഈശ്വരൻ തന്റെ ദൂതനോട് പറഞ്ഞു, ഭൂമിയിൽ ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തുവിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ ദൈവദൂതൻ നേരെ ഭൂമിയിലേക്ക് വരികയും ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്തിട്ടും മൂല്യമുള്ളത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു പുഴയിൽ ഒരു തോണി മറയുന്ന കാഴ്ച കാണുന്നത്. ആ തോണി മറഞ്ഞപ്പോൾ അതിലുള്ള എല്ലാ യാത്രക്കാരെയും ആ കടത്തുകാരൻ ഒരു വിധത്തിൽ വലിച്ച് കരയിലേക്ക് ഇട്ട് രക്ഷപ്പെടുത്തി. പക്ഷെ ആ തോണിക്കാരൻ ആ ജലത്തിലേക്ക്, പുഴയിലേക്ക് മുങ്ങി മരിക്കാൻ പോകുന്നു. അവസാനത്തെ ശ്വാസം അദ്ദേഹത്തിന്റെ ആ ഹൃദയത്തിൽ നിന്ന്, അഥവാ അവസാനത്തെ ശ്വാസം ആ മൂക്കിലൂടെ വന്ന സമയത്ത്
ഈ ദേവദൂതൻ ഇരു കൈകളും കൊണ്ട് ആ ശ്വാസം എടുക്കുകയും അത് കൈകളിൽ പിടിച്ചുകൊണ്ട് നേരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുകയും ചെയ്തു. ദൈവത്തോട് പറഞ്ഞു, ഏറ്റവും മൂല്യമുള്ള വസ്തുത, തൻ്റെ ജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് ഒട്ടനവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തയ്യാറായ ഒരു കടത്തുകാരന്റെ അവസാന ശ്വാസമാണിത്. ഇതാണ് എനിക്ക് ഏറ്റവും മൂല്യമുള്ളതായിട്ട് തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്വാസത്തെ ഈ ദൈവദൂതൻ ആ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവം പറഞ്ഞു, ഇത് മൂല്യമുള്ളത് എന്ന് പറയാൻ സാധിക്കുകയില്ല, ഇത് ത്യാഗത്തിൻ്റെതാണ്. ഏറ്റവും മൂല്യമുള്ളത് ഇതല്ല. അതുകൊണ്ട് നീ ഒന്നുകൂടി ഭൂമിയിലേക്ക് പോയിട്ട് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു. ദൈവദൂതൻ വീണ്ടും ഭൂമിയിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ 4 or 5 കുഞ്ഞുങ്ങളുള്ള ഒരമ്മ, അല്പം മാത്രമാണ് തൻ്റെ കയ്യിലുള്ള ഭക്ഷണം. ആ ഭക്ഷണം ഈ 5 കുഞ്ഞുങ്ങൾക്കും കൂടി വീതിച്ചു വെച്ച് കൊടുത്തുകൊണ്ട് തൻ്റെ വിശപ്പടക്കിയിട്ട് ദീർഘനിശ്വാസം വിട്ട സമയത്ത് ആ ദീർഘനിശ്വാസത്തെ ഇരു കൈകൾ കൊണ്ടും ഈ ദൈവദൂതൻ സ്വീകരിച്ച് ആ ദീർഘനിശ്വാസത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എനിക്ക് ഏറ്റവും മൂല്യമുള്ളതായിട്ട് തോന്നിയത്. കാരണം തൻ്റെ സ്വന്തം വിശപ്പിനെ അടക്കിക്കൊണ്ട്, വിശപ്പിനെ കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ കൂടെയുള്ളവർക്ക് സഹായം, തൻ്റെ മക്കൾക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, തൻ്റെ മക്കളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ദുഃഖം പോലും മറന്ന, തൻ്റെ അവസ്ഥ പോലും മറന്ന ആ അമ്മയുടെ ശ്വാസമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, അതുമല്ല, അത് ത്യാഗത്തിൻ്റെതാണ്, അത് ആ അമ്മയുടെ കടമയുടേതാണ്, അതൊരിക്കലും ഏറ്റവും മൂല്യമുള്ളതായിട്ട് പരിഗണിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് ദൈവം ആ ദൈവദൂതനോട് പറഞ്ഞു. ദൈവദൂതൻ പിന്നെയും പിന്നെയും ഭൂമിയിൽ വന്ന് ഒട്ടനവധി കാര്യങ്ങൾ ഇതുപോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചു. പക്ഷേ അതൊന്നും തന്നെ ദൈവം സ്വീകരിച്ചില്ല. അവസാനം ഈ ദൈവദൂതൻ ഭൂമിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കുതിരപ്പുറത്ത് ഒരു തോക്കും പിടിച്ചുകൊണ്ട് ഒരാൾ വളരെ ദേഷ്യത്തോടുകൂടി ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് കാണുകയുണ്ടായി. ദൈവദൂതൻ അദ്ദേഹത്തിന്റെ പുറകെ യാത്ര തിരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ ദേഷ്യത്തിന്റെ കാരണം? എന്തിനാണ് അങ്ങ് ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്നത്? എന്താണ് അങ്ങയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ശത്രുവുണ്ട്, ആ ശത്രുവിനെ വധിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. എന്തായാലും ആ കാഴ്ച കാണാമെന്ന് കരുതിക്കൊണ്ട് ഈ ദൈവദൂതൻ അദ്ദേഹത്തിന്റെ കൂടെ യാത്രയായി. അദ്ദേഹം തന്റെ ശത്രുവിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലെത്തിയപ്പോൾ ആ ജനാലിലൂടെ കാണുന്നത്, താൻ വധിക്കാൻ വേണ്ടി നിശ്ചയിച്ച മനുഷ്യൻ തന്റെ 2 ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ട് ആ 2 കുഞ്ഞുങ്ങളുടെ കവിളത്ത് മാറി മാറി ഉമ്മ വയ്ക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഉയർത്തിപ്പിടിച്ച ആ തോക്ക് താഴെ ഇട്ടുകൊണ്ട് ആ ശത്രുതാ മനോഭാവത്തിൽ വന്ന മനുഷ്യൻ പറഞ്ഞു, ആ സ്നേഹത്തിന് മുമ്പിൽ എന്റെ ശത്രുത അലിഞ്ഞ് ഇല്ലാതായി എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ ദൈവദൂതൻ നേരെ ദൈവത്തിന്റെ സന്നിധിയിലെത്തിയിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മൂല്യമുള്ളത് ആ സ്നേഹം തന്നെയാണ്. ഏത് ശത്രുവിനെയും സ്നേഹത്തിലൂടെ അവന്റെ ശത്രുതയെ മായ്ക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ സ്നേഹം തന്നെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള, മൂല്യമുള്ള സമ്പത്ത് എന്ന് ദൈവദൂതനോട് ദൈവം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ തമ്മിലൊരു സ്നേഹമുണ്ടായിരുന്നു പൂർവ്വകാലത്ത്. ഇന്ന് എത്രത്തോളം ഉണ്ട് എന്ന് സ്വയം ചിന്തിക്കേണ്ട കാലഘട്ടമാണ് എന്ന് ഞാൻ നേരത്തെ പറയാനുള്ള കാരണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നാം നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ എങ്ങനെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഓർമ്മയുണ്ട്, ശബരിമല യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് പ്രസാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ, അവർ അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് നമ്മളോടുള്ളൊരു ഐക്യം. എന്നാൽ ഇന്ന് അതെല്ലാം വിസ്തരിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശബരിമല പ്രസാദം വാങ്ങിയാൽ കുറ്റം, മറ്റു മതങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്താൽ കുറ്റം. ഇങ്ങനെ മനുഷ്യർ തമ്മിലാണ് ഇന്ന് അകൽച്ച വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മതങ്ങൾ തമ്മിലല്ല സൗഹാർദ്ദം ഉണ്ടാകേണ്ടത്, മനുഷ്യർ തമ്മിലാണ്. കാരണം മതങ്ങൾ എപ്പോഴും സൗഹാർദ്ദത്തിൽ തന്നെയാണ്, യാതൊരു തർക്കവും വേണ്ട. ഇവിടെ അകന്നു പോയിട്ടുള്ളത്, അകൽച്ച വന്നിട്ടുള്ളത് മതങ്ങൾക്കല്ല, മനുഷ്യർക്കാണ്. ആ മനുഷ്യർ തമ്മിലുള്ള അകൽച്ച ഇല്ലാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള വേദികളിൽ കേവലം പ്രസംഗിച്ചു പോയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഓരോ മതവും വിഭാവനം ചെയ്തിരിക്കുന്ന, നമ്മളോട് പറഞ്ഞിരിക്കുന്ന അവരവരുടെ ആചരണ അനുഷ്ഠാനങ്ങളിലൂടെ കൃത്യമായിട്ട് ജീവിക്കുകയും
ഇസ്ലാം മതവിശ്വാസം പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവർ ജീവിക്കുകയും ക്രൈസ്തവ മതവിശ്വാസ പ്രകാരമുള്ള രീതിയിൽ അവർ ജീവിക്കുകയും സനാതനധർമ്മ സംസ്കൃതിക്കനുസരിച്ച് ഹിന്ദുക്കൾ ജീവിക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ എന്റേത് മാത്രം ശരിയെന്ന് ചിന്തിക്കാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനുള്ള കഴിവ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്സ്, അതാണ് പൂജനീയ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. നിരസിക്കുന്നതിലും നിഷേധിക്കുന്നതിലുമല്ല, ഉൾക്കൊള്ളുന്നതിലും ഒരുമിക്കുന്നതിലുമാണ് വളർച്ച എന്ന് പൂജനീയ ഗുരുക്കന്മാർ നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട്. ഒന്നിനെയും നിരസിക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സംസ്കൃതി പഠിപ്പിച്ചിട്ടില്ല. ഒന്നിനെയും തള്ളിക്കളയാൻ പഠിപ്പിച്ചിട്ടില്ല. നിരസിക്കുന്നതിലും നിഷേധിക്കുന്നതിലുമല്ല, ഉൾക്കൊള്ളുന്നതിലും ഒരുമിക്കുന്നതിലുമാണ് വളർച്ച എന്നാണ് ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നിനെയും നിരസിക്കാതെ, ഒന്നിനെയും നിഷേധിക്കാതെ, ഒന്നിനെയും നിരസിക്കാതെ, ഒന്നിനെയും നിഷേധിക്കാതെ ധാർമ്മികമായിട്ടുള്ള സംസ്കൃതിക്ക് എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ധർമ്മ സംസ്കൃതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം ഇന്നിന്റെ ആവശ്യമാണ്. അതിൽ വിവിധങ്ങളായിട്ടുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. വിവിധങ്ങളായിട്ടുള്ള കാര്യക്രമങ്ങളിൽ പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം. അതൊന്നും തന്നെ പരിഗണിക്കാതെ ഈ ഒരു നാട്ടിൽ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് വരും കാലങ്ങളിലേക്കുള്ള ഒരു പ്രത്യാശയുടെ മാർഗമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു സഭ കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതോടുകൂടി അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ മുസ്ലിമാണ്, അവൻ ഹിന്ദുവാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറരുത്. കേവലം പ്രഹസനമായിട്ട് ഈ ഒരു സഭ മാറരുത്. ഈ ഒരു സഭ ഒരു ദൃഷ്ടാന്തമായിരിക്കണം, ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ തുടക്കമായിരിക്കണം. ഈ ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു മതസൗഹാർദ്ദ സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും വിവിധ ക്ഷേത്രങ്ങളിൽ അത് നടക്കേണ്ടതായിട്ടുണ്ട്. വിവിധ ആരാധനാലയങ്ങളിൽ, ക്രിസ്ത്യൻ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ അത്തരത്തിലുള്ള സർവ്വമത സമ്മേളനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ മതത്തിലും എല്ലാ ആരാധനാലയങ്ങളിലും സർവ്വമത സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട് അതിന്റെ ശ്രേഷ്ഠതയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. കേവലം ഒരു ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു സാംസ്കാരിക സഭ മാത്രമായിട്ട് ഈ സർവ്വമത സമ്മേളനം മാറരുത് എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പഴയ കേരളത്തെ തിരിച്ചു കൊണ്ടുവന്നേ മതിയാകൂ. പഴയ കേരളം എന്ന് പറയുമ്പോൾ നവകേരളത്തിനെതിരല്ല ഞാൻ പറയുന്നത്. പഴയ കേരളത്തിൽ സാംസ്കാരിക തനിമയുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു നേരത്തെ. ആ പഴയ കേരളത്തിന്റെ ഒരു സാഹോദര്യം ഉണ്ടായിരുന്നു. എനിക്കറിയാം, എൻ്റെ കൂടെ കളിക്കൂട്ടുകാരനായി നടന്നൊരു സക്കീർ, അദ്ദേഹം ഇപ്പോൾ കാരന്തൂർ മർക്കസിലെ ഒരു അധ്യാപകനാണ്. എന്താണ് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കറക്റ്റ് പേര് പറഞ്ഞില്ല, മദ്രസയിലെ അധ്യാപകനാണ്. ഞാൻ സന്യാസിയായിട്ട് മാറി. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ആത്മസുഹൃത്തുക്കളാണ്. ആ സുഹൃത്ത് ബന്ധത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഞങ്ങൾ പണ്ട് ടയർ ഉരുട്ടി ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് ഒരുമിച്ച് സാറ്റ് കളിച്ചിട്ടുണ്ട്, കൊട്ടി കളിച്ചിട്ടുണ്ട്. ആ ബന്ധം ഇപ്പോഴും നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, എവിടെയോ വെച്ച് നമുക്കൊരു അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയേണ്ടത് മതങ്ങളല്ല. മതങ്ങൾ തമ്മിലല്ല സൗഹാർദ്ദം ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. മനുഷ്യർ തമ്മിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. ഈ സമ്മേളനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ക്രിസ്ത്യൻ വിശ്വാസികളുണ്ടാവാം, ഇസ്ലാം വിശ്വാസികളുണ്ടാവാം, ഹിന്ദുമത വിശ്വാസികളുണ്ടാകാം. നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനോടൊന്ന് പുഞ്ചിരിക്കാൻ എനിക്ക് അനുഭവമുണ്ട്. പലപ്പോഴും പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ വേഷം നോക്കിയിട്ടും, പേര് നോക്കിയിട്ടും, കുറി നോക്കിയിട്ടും, കൊന്ത നോക്കിയിട്ടും, മുണ്ടെടുത്തത് ഇടത്തോട്ടാണോ നോക്കിയിട്ടും ഒക്കെ പെരുമാറുന്ന രീതിയിലുള്ള ഒരു പ്രവണത പല ദിക്കിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടാവാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ഐക്യം ഇവിടെ കാണുന്നു. ആ ഐക്യം ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരു സമ്മേളനത്തോടുകൂടി തീരരുത് എന്നുള്ള അപേക്ഷ മാത്രമാണ്. കാരണം വരും കാലഘട്ടത്തിലും വരും നാളുകളിലും ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതസൗഹാർദ്ദത്തിന്റെ നാട്ടിൽ എന്നുള്ളത് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നു, മതങ്ങളല്ല സൗഹാർദ്ദത്തിൽ പെടേണ്ടത്, മനുഷ്യരാണ്. കാരണം മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് മനനം ചെയ്യാൻ കഴിവുള്ളവനാരോ അവൻ മനുഷ്യൻ എന്നാണ്. മനനം ചെയ്യാൻ കഴിവുള്ളവനാരോ അവൻ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന നമ്മളൊക്കെ മനുഷ്യന്മാരാണെങ്കിൽ നമ്മൾ മനനം ചെയ്യണം. എന്താ മനനം ചെയ്യേണ്ടത്? ഇന്ന് ഈ സർവ്വമത സമ്മേളനത്തിൽ എന്താണോ നമുക്ക് കിട്ടിയത്, ഒരു പശു അതിന്റെ ഭക്ഷണത്തെ അയവിറക്കുന്നത് പോലെ മനുഷ്യനായ നമ്മൾ ഓരോരുത്തരും ഇന്ന് അയവിറക്കണം. എന്റെ മനസ്സിൽ എവിടെയെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗഹാർദ്ദമില്ലാത്തൊരവസ്ഥ എനിക്ക് ആരോടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ഇതര മതവിശ്വാസിയോടുണ്ടായിട്ടുണ്ടോ? എൻ്റെ അയൽവക്കക്കാരനോടുണ്ടായിട്ടുണ്ടോ? എൻ്റെ സുഹൃത്തിനോടുണ്ടായിട്ടുണ്ടോ? എൻ്റെ കൂട്ടുകാരനോടുണ്ടായിട്ടുണ്ടോ? എൻ്റെ കുടുംബക്കാരോടുണ്ടായിട്ടുണ്ടോ? ഒരു വെറുപ്പുണ്ടായിട്ടുണ്ടോ എന്ന് മനനം ചെയ്യണം. അപ്രകാരത്തിൽ മനനം ചെയ്ത് അതിന്റെ സത്യത്തെ തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കും, ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. ഒന്നേയുള്ളൂ, എൻ്റെ ഉള്ളിലുള്ളതും നിന്റെ ഉള്ളിലുള്ളതും അപ്പുറത്തുള്ളവന്റെയും ഇപ്പുറത്തുള്ളവന്റെയും, പശുവിന്റെ ഉള്ളിലും പട്ടിയുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും പുഴുവിന്റെ ഉള്ളിലും ഉള്ളത് ഒരേ ഒരു ചൈതന്യമാണ് എന്നാണ് ഭാരതത്തിന്റെ സനാതനധർമ്മ സംസ്കൃതി നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം എല്ലാം ഒന്ന് തന്നെ. അത് പുഴുവായിക്കൊള്ളട്ടെ,
അത് കൊള്ളട്ടെ, വൃക്ഷലതാദികളായിക്കൊള്ളട്ടെ, മനുഷ്യരായിക്കൊള്ളട്ടെ, ആണായിക്കൊള്ളട്ടെ, പെണ്ണായിക്കൊള്ളട്ടെ, നായരായിക്കൊള്ളട്ടെ, നമ്പൂതിരി ആയിക്കൊള്ളട്ടെ, ഈഴവനായിക്കൊള്ളട്ടെ, ഏത് കാറ്റഗറിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് പോയാൽ എല്ലാം തീർന്നു. ആ ഒന്നിനെയാ പറയുന്നത് ഏകം സത്ത്. സത്ത് സത്ത് സത്തായിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. അതിനെയാണ് ചൈതന്യം എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത്. ആ സത്ത് പോയാൽ ചത്തുപോയി. ആ സത്ത് പോകുമ്പോഴാണ് ചത്തുപോകുന്നത്. നമ്മളൊക്കെ ചാവുന്നതിന് മുമ്പ് നോക്കൂ, നമ്മളൊക്കെ ജനിച്ചത് മനുഷ്യരായിട്ടാണ്, ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ മരിക്കാനാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മരിക്കണമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം, ധർമ്മത്തിലൂടെ മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടുള്ളത്, ചിന്തിക്കുവാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ, ധർമ്മമോ അധർമ്മമോ എന്ത് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ നമുക്ക് ചിന്ത തന്നിട്ടുള്ളത്, ബുദ്ധി തന്നിട്ടുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ മരിക്കും, ഒരു തർക്കവും വേണ്ട. മരിക്കുന്നതിന് മുമ്പ് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള അതേ ചൈതന്യമാണ് നിന്റെ ഉള്ളിലും. അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ തുടങ്ങിയിട്ടുള്ള പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയിട്ടുള്ള ചതുർവാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് നിന്റെ ഉള്ളിലെന്നാണ്. അല്ലാതെ എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ഹിന്ദുവിന് മാത്രമാണെന്നോ ക്രിസ്ത്യാനിക്കില്ല എന്നോ മുസൽമാൻ ഇല്ല എന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കൈകൂപ്പി തൊഴുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള അതേ ചൈതന്യത്തെ ഞാൻ നിന്നിലും കാണുന്നു, അതുകൊണ്ട് നിന്നെയും ഞാൻ കൈതൊഴുതു എന്ന് പഠിപ്പിക്കുന്ന സംസ്കാരം നമുക്കുണ്ടായിട്ടുള്ളത്. ആ സംസ്കാരം തിരിച്ചറിയുന്ന നമ്മൾ, പ്രിയപ്പെട്ടവരെ, യാതൊരു തരത്തിലുള്ള വർഗീയ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാതെ എല്ലാവരും ഒരമ്മയുടെ മക്കളെ പോലെ, പൂജനീയ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്, ഒരമ്മയുടെ അടുത്ത് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് പോലെ നിൽക്കണമെടോ. ഒരമ്മയുടെ അടുത്ത് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് പോലെ നിൽക്കണമെടോ. ആനന്ദമായിരിക്കും, അതിൽ എല്ലാം വന്നു ചേരും എന്നാണ്. സന്തോഷത്തോടുകൂടി എല്ലാവരും തോളോട് തോൾ ചേർന്നിരുന്നു കൊണ്ട് ഒരമ്മയുടെ മക്കളെ പോലെ എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് നിന്റെ ഉള്ളിലുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഈശ്വരൻ പോലും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈശ്വരന്റെ പേര് പറഞ്ഞുകൊണ്ട്, വിഭിന്നമായി ചിന്തിച്ചുകൊണ്ട്, ഈശ്വരന്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ മാറ്റി നിർത്തുന്ന സംസ്കാരം ഉണ്ടായാൽ ഒരു കാരണവശാലും അവിടെ ഈശ്വരൻ ഉണ്ടാവുകയില്ല. രാമായണത്തിൽ പറയുന്നു, ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. രാമായണത്തിൽ പറയുന്നു, ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നു, അവനവന്റെ ഹൃദയത്തിൽ ഈശ്വരന് സ്ഥാനമുണ്ട്. പക്ഷെ ആ ഹൃദയം എല്ലാത്തരം വിഷയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് സ്ഥിരമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള ഒരു അന്ധക്കരണമായിരിക്കണം. നിത്യം വിഷയവിരക്തരായി, വിഷയങ്ങളിൽ നിന്ന് വിരക്തി സംഭവിച്ച് നിത്യം വിഷയവിരക്തരായി, ശാന്തരായി, ഭക്തി വളർന്ന് അതിശുദ്ധമതികളായി, ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുത എന്ന് അധ്യാത്മരാമായണത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വിഭീഷണനോട് പറയുന്നുണ്ട്. എല്ലാ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട്, എല്ലാത്തിനെയും ഏകമായി കണ്ടുകൊണ്ട്, ശാന്ത മനസ്സോടു കൂടിയിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ളവന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ സീതയോടുകൂടി വന്നിരിക്കും എന്ന് ശ്രീരാമൻ രാമായണത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് പല അപകടങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നീങ്ങാതെ വീണ്ടും വീണ്ടും വരും വർഷങ്ങളിലും ഇത്തരത്തിൽ എല്ലായിടത്തും ക്ഷേത്രങ്ങളിലും, എല്ലാ ക്ഷേത്രങ്ങളിലും, എല്ലാ ആരാധനാലയങ്ങളിലും, എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളിലും, എല്ലാ മുസ്ലിം പള്ളികളിലും ഇതുപോലെയുള്ള സർവ്വമത സമ്മേളനങ്ങൾ നടക്കട്ടെ. അത്തരത്തിൽ ഈ നാടിന്റെ പൈതൃകം, ഈ നാടിന്റെ സംസ്കാരം സർവ്വമത സമ്മേളനത്തിന്റെ സംസ്കാരം മാനവ സൗഹാർദ്ദത്തിന്റെ സമ്മേളനമായിട്ട് മാറട്ടെ. അതിനെല്ലാവിധ അനുഗ്രഹവും സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുകടാക്ഷം ഉണ്ടാകട്ടെ, ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടെ ആദരണീയരായിട്ടുള്ള മേലധ്യക്ഷന്മാരെത്തിയിട്ടുണ്ട്, അവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭഗവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ജയ് സീതാറാം.